ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീജാസ് ടേസ്റ്റ് ലാൻഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. ഈസി ആയിട്ട് എങ്ങനെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വീട്ടിൽ പിടിച്ച കോളിഫ്ലവറിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ 2 കോളിഫ്ലവർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കൈകൊണ്ട് അടർത്തിയെടുക്കാം. പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൈകൊണ്ട് അടർത്തിയെടുത്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടുവെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിലിട്ട് വാഷ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇത് അരിഞ്ഞു വെച്ച കോളിഫ്ലവർ എല്ലാം ഞാൻ ചൂടുവെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഒരു 10 മിനിറ്റെങ്കിലും ഇതിട്ട് വെച്ചിരിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് വേറെ ബൗളിലേക്ക് മാറ്റാം. ചൂടുവെള്ളത്തിൽ നിന്ന് ഞാനെല്ലാം കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാവിട്ട് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാൻ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. മൈദ മാവ് എടുത്തതിൻ്റെ പകുതി വേണം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ 1/2 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ പാകത്തിന് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് കട്ടിയായി പോകരുത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിൽ മുക്കിയാണ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് അതിന് പാകത്തിന് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇന്ന് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഈ ബാറ്ററിൽ മുക്കി വയ്ക്കാം. മുക്കി വെച്ച ശേഷം ഇത് ഓരോന്നായിട്ട് എടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമ്മളെങ്ങനെ മിക്സ് ചെയ്തില്ലെങ്കിൽ മുക്കിയെടുത്തായാലും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ആകുമ്പം ഇതിലെല്ലാ ഭാഗത്തും മാവ് പിടിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ട് കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കെച്ചപ്പ് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ കോളിഫ്ലവർ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ നല്ല ക്രിസ്പിയുമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.